ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടിയെടുത്ത് എഫക്റ്റഡായ ആൾക്ക് എല്ലാ ആശ്വാസവും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ സംഭവത്തെ ഉയർത്തി കാണിക്കുന്നവരെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തി അവരെന്തോ ഗൂഢാലോചന നടത്തി കേരളത്തെ അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അനുദിനം ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ചെയ്യുന്നവരെ ന്യായീകരിക്കുക ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇവര് ഈ മാധ്യമങ്ങളെ ഞാനിതിനെ കണ്ടു കുറെ ആളുകളും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം മാധ്യമങ്ങളോടൊക്കെ പറയുന്ന ഭാഷ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് ആളുണ്ട് എന്നുള്ള ചിന്ത ചെയ്യുന്നവർക്ക് മനസ്സിലുണ്ടാക്കുന്നത്. അവർക്ക് പറയാൻ പറ്റും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങൾ ഇന്നലെ തന്നെ ഞാൻ കണ്ടു പല ചാനലുകൾ 1, 2 എത്ര അന്വേഷണ കമ്മീഷനിൽ ഈ ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്. 43 ഓരോ സംഭവത്തിനും ഈ 43 എവിടെയാണ് ആക്ഷൻ ഉണ്ടായത്? മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാ ചാനലുകളിൽ നിന്ന് വിളിച്ചു എന്ന രാത്രി തന്നെ ഞാൻ പറഞ്ഞു 24 മണിക്കൂറിനകം ആക്ഷൻ ഉണ്ടാകില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. ഈ കാര്യം അത്രയും ഇമോഷണലാണ് എന്ന് പറയേണ്ടായി. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അവർ ആക്ഷൻ എടുക്കും. ഈ ആക്ഷൻ എല്ലാത്തിനും എടുക്കാൻ പറ്റുമായിരുന്നു. മിനിഞ്ഞാന്ന് രാവിലെ ആശുപത്രി പോയപ്പോൾ ഈ പേഷ്യന്റിനെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തുകൂടെ? അവരെ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആശുപത്രി ആംബുലൻസിൽ അവരെ കൊച്ചി കൊണ്ടുപോകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റ് മെഡിക്കൽ കോളേജിലോ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊണ്ടുപോകാമല്ലോ. ആരെങ്കിലും വില കിട്ടോ? എല്ലാ നിരുത്തരവാദിത്വവും ചെയ്ത് പിടിപ്പുകേടിന്റെ പര്യായമായി മാറി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ജനം പ്രതീക്ഷിക്കുമ്പോൾ ഇതെല്ലാം പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണ്, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കുറെ മിടുക്കന്മാർ കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട്. അവരെ ഓർത്ത് സഹതപിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?